ഇതൊരു വെള്ളിയാഴ്ചയാണ്. വിശുദ്ധവും പാവനവും പവിത്രവുമായ റമളാന്റെ സ്വാഗതാഗ്രഹിക്കാൻ ഒരു സന്ദർഭമായിരിക്കും. ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുന്നത് ഭാര്യയോടുകൂടി. റമളാന്റെ ചിലപ്പോ 304 അതുകൊണ്ട് വിശേഷമായിട്ട് ചുമ നീട്ടിയിട്ട് സുദീർഘമായിട്ട് നാം പലക പറയില്ല. തിങ്കൾ പൂർത്തി ഇനി നമുക്ക് കുറെ പഠിക്കുകയും കുറെ മനസ്സിലാക്കുകയും കുറെ കേൾക്കുകയുമുണ്ടല്ലേ. നിരന്തരമായിട്ട് വേള നസീഹത്ത് നടക്കുന്ന ഒരു ടൈമായിട്ട്. അതുകൊണ്ട് ചൊല്ലേണ്ട ആവശ്യമില്ല. ചില ഹിക്മത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പുടെ എന്തൊക്കെ അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഇതിനെ ഉള്ള ഹിക്മത്തുകൾ എതിരെ ചൊന്നിട്ടുള്ള കണിക്കത്തെ ചില വിഷയങ്ങളെ ಬಗ್ಗೆ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ തിങ്കളിലെ മഹത്വം ചൊല്ലുകയോ പോകുമ്പോഴോ ബഖറ സൂറത്ത് 183 ആയത്തിൽ അല്ലാഹു ചൊന്നത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ തിങ്കൾ ചൊന്നെങ്കിൽ ഖുർആൻ ഇറക്കപ്പെട്ട തിങ്കളായിട്ടിങ്ങനെ. ഇതിന്റെ ഉദ്ദേശം വിവരിച്ചപ്പോ ഓ മുഅ്മിനീങ്ങളെ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണങ്ങ തഖ്വ ചെയ്യണങ്ങ ആവുകയുമായിട്ട് നോമ്പുടെ ഫർലാക്കി. പിന്നൊരു ആയത്ത് ബഖറ സൂറത്ത് 185 ആയത്തിൽ വലഅല്ലക്കും തശ്കുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ശുക്റാക്കുകയുമായിട്ട് ഈ റമളാൻ തിങ്കളിൽ നിങ്ങൾ നോമ്പുടെ ഫർലാക്കി ചൊല്ലിട്ട് അല്ലാഹു ചൊല്ലുക. എന്നെങ്കിൽ ഈ റമളാന്റെ വിശേഷത ചൊല്ലുമ്പോ ഉൻസില ഫീഹിൽ ഖുർആൻ ചൊല്ലിട്ടുള്ള കണിക്കത്തെ പ്രയോഗ എന്ത് അല്ലാഹു നടത്തിയത് മനസ്സിലാക്കണമെന്നാണ്. റമളാൻ തിങ്കളിനെ പറ്റി വിശദീകരിക്കുമ്പോ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹിദായത്തിനുള്ള ഉദ്ദേശമായിട്ട് ഖുർആൻ കൊണ്ട് ഹിദായത്ത. ആ ഹിദായത്ത് ഉദ്ദേശിക്കുന്നത് നോമ്പിലുമുണ്ട്. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യുസ്റു സരളത്തിനെ ഉദ്ദേശിക്കണ. സരളത്തെ ചൊല്ലിങ്ങൾ എന്തിനത്? കഷ്ടത്തെ അല്ലാഹു നിങ്ങൾ ഉദ്ദേശിക്കല്ലേ. സരളത്തിൽ വെച്ചിട്ട് അതിനെ ഉണ്ട് അല്ലാഹു ചൊല്ല. യുസ്റു ചൊന്നെങ്കിൽ അത് സ്വർഗമാ. ആ സ്വർഗത്തെ വലിയ ഒരു ഉദ്ദേശമുണ്ട്. അള്ളാഹുടെ അടിമയെ സ്വർഗത്തേക്ക് പോകുന്നു ചെന്നിട്ട് അള്ളാഹു ആശം. അള്ളാഹു ചൊല്ലേ ഏതെങ്കിലും ഒരാള് ദാനാക്കിയെങ്കിൽ, അള്ളാഹുടെ പേടിച്ചെങ്കിൽ, അള്ളാഹുടെ ദീന്റെ സത്യമാക്കിയെങ്കിൽ അവിടുന്ന് സ്വർഗം ഞങ്ങൾ എളുപ്പമാക്കടാൻ, അവിടുന്ന് സ്വർഗം ഞങ്ങൾ സരളമാക്കടാൻ. അതേ ഉദ്ദേശമായിട്ട് നോമ്പ് കൊണ്ട് ഇന്നല്ലാഹ യുരീദു ബികുമുൽ യുസ്റ ബിഇദ്ഖാലിൽ അബ്ദി ഫിൽ ജന്ന. സ്വർഗത്തെ കടത്തി ബിഇദ്ഖാലിൽ അബ്ദിൽ ജന്ന. അതായിട്ട് അല്ലാഹുവിന്റെ വാഗ്ദാനം. അതായിട്ട് അതിനൊട്ടിക്ക് അല്ലാഹു ചൊല്ല അല്ലാഹുവിനെ നിങ്ങൾക്ക് അനുഗ്രഹമല്ലേ. ദുനിയാവിൽ എത്ര ആൾമാരുള്ളവർ, കോട്ടിക്കണക്കിന് ആൾമാരുള്ളവർ ഈ ഹിദായത്തുണ്ട. റമളാൻ തിങ്കളുണ്ട, നോമ്പ് നോക്ക് ഭാഗ്യമുണ്ട, സുജൂദിടക്ക് ഭാഗ്യമുണ്ട, ഹജ്ജ് ചെയ്യൊക്കെ ഭാഗ്യമുണ്ട ഇല്ലേ. ഒരു തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അതിൽ പിന്നെ അല്ലാഹു ചൊല്ലേ വലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ ശുക്റാക്കും.
കൂടെ നിങ്ങൾ മനസ്സിലാക്കുള്ളത് അള്ളാഹു ഖുർആനിൽ ഇറക്കിയ ഈ ഇറക്കൽ, ഈ ഇൻസാൽ അത് മനുഷ്യരുടെ ബലവണിക്ക് കാരണമാവണേ. കാരണം എന്താ ചൊന്നെങ്കിൽ ഒരു ഹദീസ് ചൊല്ല്, ശൈത്താനെങ്കാലും മനുഷ്യരുടെ കൽബക, മനുഷ്യരുടെ ഹൃദയത്തുക അവതരിക്കില്ലാണ്ട് കണ്ടെങ്കിൽ, കൽബുൽ പ്രവേശാക്കില്ലാണ്ട് കണ്ടെങ്കിൽ ലനവറു ഇലാ മലകൂതി സമാവാത്, അള്ളാഹുടെ ദൃഷ്ടാന്തങ്ങളെ നോക്കുക, അള്ളാഹുടെ മലക്കൂത്തിൽ അങ്ങനെന്താക്കുന്നത് നോക്കുക സാധ്യാവസ്ഥ നമുക്കില്ല. ഞങ്ങൾ ഫൈലയുടെ വെച്ചവിടെയെ അള്ളാഹുടെ അജായിബുകളെ മലക്കൂത്തിലെ അമ്പിയാക്കന്മാർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങു കൊടുത്ത ഗണികത്തെ ആ നോട്ടം നോക്കുള്ള ഗണികത്തെ ആ ഒരു താക്കത്ത് ബരത്ത്. പക്ഷേ ശൈത്താന്റെ പ്രവേശം കൊണ്ട് തൊന്തരാവണം. ആ പരിശുദ്ധത്തെ ഉണ്ടാക്കുകയുമായിട്ട് ഞങ്ങൾ എന്താക്കണം? അവിടെ എനിക്കത് ചിന്തിക്കുള്ളത് എന്തേ ഈ നോമ്പ് ചൊല്ലത് അള്ളാഹുടെ ഖുർആൻ ചൊല്ലത് അള്ളാഹുടെ ആയാത്തിൽ വെച്ചിട്ട് ആയാത്തിൽ റുബൂബിയ്യത്തി റബ്ബുടെ വലിയ ദൃഷ്ടാന്തമായിട്ട് ഖുർആൻ ചൊല്ലത്. നോമ്പ് ചൊല്ലത് മിൻ അഅ്ളമി ആയാത്തിൽ ഉബൂദിയ്യത്തി, ഒരു അടിമയുടെ വിഷയത്തില് വലിയ ഒരു ത്യാഗമായിട്ട് നോമ്പ് പിടിക്കുന്ന ചൊല്ലത് അത് വലിയ ഒരു വിഷയമായിട്ട് പരസ്പരം ഒരു അടിമയായവൻ അള്ളാഹുക്ക് വേണ്ടമായിട്ട് ആഗ്രഹിക്കട്ടെ. അതല്ലെങ്കിൽ ഉജ്സാബി നക്കായിട്ട് നോമ്പ് എല്ലാ ചെറും നാളെ തേജവനായിട്ട് നോമ്പ് നക്ക് മാത്രമായിട്ട്. കാരണം അതിൽ റിയാ ഇല്ല, അതിലാർക്കും ബമ്പതനെ കാട്ടുകയില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ദാസന്മാരിലെ അടിമകളില് അയമമായ നോമ്പ്, അതുപോലെ ഖുർആൻ പരസ്പരം ഒന്നിക്കുമ്പോൾ അള്ളാഹുടെ പ്രകാശം നിങ്ങളെ ഇറങ്ങി വരുമ്പോ മനുഷ്യരുടെ ദൗർബല്യങ്ങളുണ്ട്, ശാരീരികമായ ദൗർബല്യങ്ങളുണ്ട്, ആശങ്കമുണ്ട്, അഭിലാഷങ്ങളുണ്ട്, ഭയക്കങ്ങളുണ്ട്, വേണ്ടാത്ത വിചാരങ്ങളുണ്ട്. അതിനെയെല്ലാം തടുക്കുക വേണമായിട്ട് അപ്പോ മനുഷ്യരുടെ സഹജമായ ദൗർബല്യങ്ങൾ ഇലാഹിയായ പ്രകാശത്തെ നമുക്ക് കിട്ടാത്ത പോലെ തടയുകയും അതിന് ബദലി അപ്പോ മനുഷ്യരിൽ നിന്നിട്ട് ഏറ്റവും നല്ല ഒരു സംബന്ധം അള്ളാഹുമായിട്ടൊരു കണക്റ്റിംഗ് അതായിട്ട് നോമ്പ്. അള്ളാഹുമായിട്ട് ഞങ്ങളെല്ലാം ത്യാഗാക്കുമ്പോ അള്ളാഹുമായിട്ട് നമുക്ക് കണക്റ്റിംഗ് കിട്ടി. അപ്പൊ ഇലാഹിയായ പ്രകാശം നമുക്ക് കിട്ടുള്ള വലിയൊരു ചെറുവായിട്ട് കിട്ടി. അതുകൊണ്ടല്ലേ റമദാൻ ചൊന്നെങ്കിൽ അള്ളാഹുടെ പേരുണ്ടുണ്ട്, അള്ളാഹുടെ പേരിൽ പെട്ടതായിട്ട് അഭിപ്രായമുണ്ട്. അതേപോലെ റമദാൻ ചൊന്നെങ്കിൽ അതിനർത്ഥം വേസിക കാലം കഴിഞ്ഞപാട് ബണ്ടകണികത്തെ ആ മല ഉണ്ടല്ലേ ഉള്ള ഗലീജിനെ എല്ലാം കൽകി ശുദ്ധിയാക്കണ ഗണികത്തെ എല്ലാ കൽകി ശുദ്ധിയാക്കണ ഗണികത്തെ റമദാൻ ചൊല്ല ഗണികത്തെ പേരായിട്ട്. അതേപോലെ റമ്മ് ചുട്ടെ കല്ല് നോമ്പ് ചൊല്ലെ ആ ചൂട് ചൊല്ലെ അർത്ഥമുണ്ട്. അതേപോലെ മനുഷ്യരുടെ ആദ്യ ദോഷത്തെല്ലാം കരിച്ചു കളയുടെ ഗണികത്തെ ഭസ്മാക്കളുടെ ഗണികത്തെ പേരാ റമദാൻ ചൊന്നെങ്കിൽ ഇങ്ങനെ 4 അർത്ഥങ്ങൾ റമദാൻ ചൊല്ലതുകൊണ്ട് കൂടെ നിങ്ങൾ മനസ്സിലാക്കണായത് ഈമാനം നോമ്പ് അള്ളാഹുടുള്ള ഈമാന് വേണമായിട്ട് അവന്റെ ഭാഗത്ത് നമ്മൾ കിട്ടണു ചൊല്ല ഉദ്ദേശത്തിലാവണോ, പ്രതിഫലം ഉദ്ദേശിച്ചിട്ടായിട്ട് വേണോ. അത് അത്താല ഉണ്ണുമ്പോ അബ്ബേ നാണ് അത്തലം മുന്നോടത് റബ്ബേ നാ നോമ്പ് പിടിക്കുള്ള സുന്നത്തായിട്ടികള് ഇതൊക്കെ നീ പ്രതിഫലം തരണു പടച്ചവനെ എന്നിട്ടുള്ള നീയത്തിൽ വേണോ. ഒരു അത്താല ഉള്ളത് പോലും പ്രതി ഒന്നും അള്ളാഹുടെ ബലില്ല, അള്ളാഹുർക്ക് വേണമായിട്ട് ചൊല്ല ഉദ്ദേശ ഈമാനും
ഈമാനോടുകൂടി അതുപോലെ അവന്റെ പ്രതിഫലം ഉദ്ദേശിച്ചിട്ടായിട്ട് വേണോ. അപ്പോൾ ചിന്തിക്കോ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൈച്ചങ്ങും ചുമ്മ മുട്ടാവിടാൻ മൂസാ നബി പലക്ക പറയുമ്പോ തൂർ സീനാ പർവ്വതത്തിൽ പോകുമ്പോ മൂസാ നബി പൈച്ചിട്ട് നോമ്പ് പിടിച്ചിട്ടാ പോയത്. അതേപോലെ മൂസാ നബി അങ്ങനെയാണെങ്കിൽ ഈസാ നബിയോട്ട് അള്ളാ ചെന്നത് തജ്ഉ തറാനി, ഈസാ നബിയെ ഈസാ പൈക്കൊണു, ഈസാ നബിയെ നിങ്ങൾ പൈക്കൊണു, എന്തേ പൈച്ചെങ്കിൽ തന്നെ കാണും സാധ്യ. അതല്ലേ അമ്മ ചെന്ന് നോമ്പ് പ്രതിഫലം നാണയായിട്ട് ഇവിടെ. കാരണം നോമ്പുകാർക്ക് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന്, നോമ്പ് തുറക്കുമ്പോ പൂർത്തിയായി തല്ലേണ്ടിയുന്നുണ്ട്. പിന്നൊന്നും അല്ലാതെ കാണുമ്പോ. അതുമാത്രല്ല സൂമൂലി റുയത്തിഹിണ്ടല്ലേ ചൊന്നേ, നിലാവിടെ കണ്ടത് മാത്രമല്ല, ഇവിടെ നിലാവ് കണ്ടിട്ട് നോമ്പ് നോക്കുകൊണ്ട് മാത്രമല്ല, അതേപോലെ അള്ളാഹുടെ കാണുക വേണമായിട്ട് നോമ്പ് നോക്കുള്ളൂ ചൊല്ലെ അർത്ഥം കൂടി അതിലുണ്ട്. അതിനൊട്ടിക്ക് നിങ്ങൾ മനസ്സിലാക്കണത് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന എന്ത് 5 പരീക്ഷണമുണ്ട് നിയോഗോ. അതിൽ ഒന്ന് ഖൗഫ്. ഷാഫി ഇമാം ചൊല്ല് അള്ളാടെ പേടിൽ പരീക്ഷിക്കടാ. ആർക്ക് നന്റെ പേടി ഉണ്ടോ ചൊന്നിട്ടു അള്ള പരീക്ഷിക്കടാ. ഒന്ന്. രണ്ടാമത്തത് ജൂഴ്, പസിതണ്ട. അത് റംളാൻ തിങ്കളായിട്ട് കിട്, അതും ഒരു പരീക്ഷ ആയിട്ട് കിട്. അതേപോലെ സ്വത്തിലല്ലാവോ കൊറുടിയാക്കിടാൻ പരീക്ഷിക്കടാൻ അവിടെ. അതെന്തിനെ ഇമാം ഷാഫി ചൊല്ലത് സക്കാത്തായിട്ട് കിട്. കൂടെ ബാരി ചിന്തനാക്കണം മോമിനിങ്ങളെ. അതെന്തേ നോമ്പ് പങ്ക്തിയൊന്നും എന്ത് കൊസി അവ ക്ലീനായിട്ട് പള്ളി ക്ലീനായിട്ട് കട ಬಂದು കളറായിട്ട് എല്ലാം കൊസി ಎಲ್ಲ ಕೊಸಿ ನೋವು ತರಕದ್ದು ಒಂದು ಕೊಸಿ ಇಫ್ತಾರು ಒಂದು ಕೊಸಿ ನಿಸ್ಕಾರ ಜಾವು ನಿಸ್ಕಾರ ಸುಬೈ ನಿಸ್ಕಾರ ಯಾರೋ ಬ್ಯಾಲ್ ಮಾರು ಕೂಡೆ ಗೌಜಿ ಗಮ್ಮತ್ತು ಎಂದೇ ನಿಸ್ಕಾರ ಸುನ್ನ ಬೆಲೆಯ ಹುಷಾರು ಕಾಟ್ರ നോമ്പുൽ വലിയ ഉഷാറ് കാട്ടറ ഹജ്ജിൽ വലിയ ഉഷാറ് കാട്ടറ എങ്ങനെയെങ്കിലും ഒന്ന് പോയി എത്തുന്നു ദ്വാരക്കുറസ്താതെ ഒന്ന് എത്തിനോണോ ഉംറക്ക് ഇപ്പൊ അത് പാക്കേജ് ഉംറക്ക് നോമ്പുൽ പോണ്ടേ വേറെ തിങ്കളിൽ പോണ്ടേ ഭാരി ഉഷാറ് ഉംറത്ത് പോണ്ടെങ്കിൽ ഭാരി ഉത്സാഹമുണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇസ്ലാം കാര്യത്തിൽപ്പെട്ട് നോമ്പുകളുടെ അതുപോലെ നിസ്കാരത്തുകളുടെ അതുപോലെ ഹജ്ജ് ഉംറത്തുകളുടെ കളിക്കത്തെ ആവേശം എന്തേ സക്കാത്തില്ലേ കൂടെ നിങ്ങൾ മനസ്സിലാക്കണത് ഞങ്ങളെ കയ്യിലെ പോണ്ടുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കറങ്ങി ഞങ്ങൾ ലാഭം കിട്ടുക ഒന്നുമല്ല എന്റെ റമളാൻ തിങ്കൾ ഭാരി കൂലി കിട്ടുക അതിന് വേണ്ട നിസ്കരിച്ചെങ്കില് ജാവ് നിസ്കരിച്ചെങ്കില് കുറച്ചും ഞങ്ങളെ പച്ചവാക്കട അങ്ങനെ അപ്പൊ സക്കാത്തിന്റെ അതേ ആവേശം കാണ്ടല്ലേ രാജ ആൾമാരുടെ ചൊന്ന റൈത്തമാരുടെ ചൊന്ന നിങ്ങൾ നല്ല വില നിങ്ങളുടെ തോട്ടത്തിൽ നിങ്ങൾ വിലയൊന്നും അവന് എല്ലാവരും ഉഷാറായിട്ട് വിളഞ്ഞിട്ട് ഒന്നാള് ആ വില കാണുകയുമായിട്ട് രാജ പോണ്ട പോകുമ്പത്തുകു ഓരോ തോട്ടക്കാരും ഓരോ റൈത്തന്മാരും അങ്ങനെ ദ്രാക്ഷി ആപ്പിള് അതുപോലെ വേറെ അങ്ങനെ വിളഞ്ഞ കടിക്കത്തെ കൃഷി ഫലവസ്തുരെ കൊണ്ടുവന്നിട്ട് കൊടികെ കൊടുക്കുന്നത് രാജാക്കൊന്ന് തിണ്ടിട്ട് ഭാരി കൊസി അവിടെ ഉഷാറ് ചൊന്നും പോണ്ട പോയിട്ട് ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്കു അവിടെ ഒരു തോട്ടക്കാര നല്ല തോട്ട പക്ഷേ എന്ത് ബലമേ ഇല്ലേ അപ്പൊ അവൻ്റെ കേൾക്കണേ എന്തേ നീനിങ്ങനെ പ്രായത്തിലുള്ള എല്ലാവരും നല്ല ബലങ്ങിറല്ലേ അങ്ങെല്ലാം കൊണ്ടന്നറ് ബുട്ടി കണക്കിൽ കൊണ്ടന്നറ് നീ എന്തേ ഇങ്ങനെ അപ്പോ റൈറ്റ ചൊല്ല നന്റെ ടൈം ഉണ്ട് നക്കത്തിൽ അധ്വാനം ഉണ്ട് 10 വർഷത്തോളം ಅದಕ್ಕೆ ഇനിയും കാക്കണം നാണ് ഭാരി കഷ്ടപ്പെട്ടുകൊണ്ടുള്ള തണ്ണി ഇട്ടുകൊണ്ടുള്ള ജാവും പവലും ഒരു നാൾ ഗുഡാനിക്ക് അധ്വാനിച്ചുകൊണ്ടുള്ള അങ്ങനെ ഇനിയും ഒരു 10 വർഷം കഴിഞ്ഞെങ്കിൽ അതിനെ ഫലമുണ്ട് ആയിട്ട് തൊന്തരയില്ല അത് എപ്പ വിലവുണ്ട് അപ്പ കൊടുത്ത് ആച്ചൊന്നിട്ട് രാജാവ് കറങ്ങു വേണ്ട 10 വർഷം കഴിഞ്ഞിട്ട് ഒരു നാള് രാജാവിടെ മുട്ട വന്നിട്ടാകുമ്പോഴത്തോ കുട്ടിയിൽ സാമാൻ നിറച്ചോണ്ടു എന്തൊരു ദ്രാക്ഷിച്ചുള്ളത് ആപ്പിൾ പോലെ ഉണ്ടു അത്ര നല്ല മധുരമുള്ള കണിക്കത്ത്
10 വർഷം അധ്വാനിച്ചതിന് ആ ബലമെന്നതിനെ കൊണ്ടുവന്നിട്ട് രാജാവിടെ മുന്നോട്ട് പിടിച്ചോണ്ട് വേണ്ട കാവൽകാർക്ക് എങ്ങനെ ഇറങ്ങിയാറ് 6 കേൾക്കണ്ട 10 വർഷം കഴിഞ്ഞിട്ട് ഒരാള് റൈത്ത മണ്ട എന്നിട്ടു 10 വർഷத்துக்கு മുന്നോട്ട് കൊടുത്ത ചൊന്നു അവള് 12 പൈസൊന്നു. അപ്പൊ രാജാവുക്ക് മനസ്സിലായിട്ട് രാജാവ് ഉടുക പിരിച്ചിട്ടാമത്തു ദ്രാക്ഷി അത് ഇത്ര ബലിയുണ്ടു, ഇത്രയും നല്ല ദ്രാക്ഷി എങ്ങനെ ഇത്? അപ്പൊ ചൊന്ന നാണ് ഇത്ര വർഷം അധ്വാനിച്ചേ, ജാവും പോലും അധ്വാനിച്ചേ, അധ്വാനിച്ച് నాకు ಬೇಗಾವುಂಟೆಂದು ಇಲ್ಲೇ ಕೊರ್ಕಮೆ കിട്ടുമെന്തെന്തും ഇല്ലേ. ನಾನು ನನ್ನ ಬೇರ್ಪು ಇಚ್ಚಿಟ್ಟು ನಾನು ಕಷ್ಟ ಬಂದಿಟ್ಟು ಇತರ ವರ್ಷ ಕಾತದು ಕೊಂಡು ಈಗಂತೆ ದ್ರಾಕ್ಷಿ കിട്ടിയിട്ട് ಅಪ್ಪ ರಾಜ ಓಡಿ ಬುದ್ಧಿವಂತಿಕೆ മനസ്സിലാക്കിയിട്ട് ಬೇಗ പെട്ടെന്ന് നമുക്ക് ಬೆಳೆ പറഞ്ഞിട്ടല്ല പുറമെ കോഴി പോലെ അതിലിപ്പോ കുരി പോലും ഉണ്ടൂല, ആട് പോലും ഉണ്ടൂല, 40 നാളത്തെ ആടിമേ അറക്കുക അവിടൂല, അങ്ങനത്തെ എല്ലാം കുറെ ഉണ്ട്. അതിന് 3 തിങ്കള 40 നാളത്തെ കോലിയായെങ്കിൽ 3 തിങ്കളത്തെ ആടിമേ അറക്കുക കിട്ടുള്ളൂ, നല്ല കേജി. അപ്പൊ ಬೇಗ ആവണം നമുക്ക്. അതല്ല, നിരന്തരമായിട്ട് ജാവും പോലും അധ്വാനിച്ചതിന് ഫലമായിട്ട് ഇങ്ങനത്തെ ദ്രാക്ഷ വന്നത്. ರಾಜಾವು ಬಾರಿ ಖುಷಿಯಂತೆ ರಾಜಾವು ಅವನಿಗೆ ಬಂಗಾರ ಬೆಳ್ಳಿಯೆಲ್ಲ ಕೊಡ್ತಾ ಅದರೊಟ್ಟಿಗೆ ಚೊನ್ನ ನಂಡೆ ಆಡಳಿತದ ಒಂದು ಭಾಗದಲ್ಲಿ ನೀನು ಅಧಿಕಾರಿಯಾವನು, ഒരു പ്രസന്റേഷൻ അവനക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താ നന്റെ അധികാരത്തെ ഒരു ഭാഗം നീ ആവണു. കുസേതി ഇത് കേട്ടാമുണ്ടല്ലേ വിദ്യാണ്ട് അങ്ങനെ ബുക്കിൽ കൊടുന്നത് ദ്രാക്ഷ അത് ഇതെല്ലാം കൊടുന്നത് ദ്രാക്ഷ ആൽമാർ എന്തേ അവനക്കു ഈ സ്ഥാനം കൊടുത്തല്ലേ, അധികാരത്തിന് സ്ഥാനം കൊടുത്തല്ലേ, ഞങ്ങൾക്കും കിട്ടുക എന്താ ലാഭിക്ക് മേന്മായിട്ട് ബുട്ടിൽ കുറെ നൊറിച്ചോണ്ട് വന്നറിയും. അപ്പൊ രാജാവ് ഗേറ്റ് ഓപ്പൺ ആക്കില്ലേ, എടുത്തോണ്ട ಅದಕ್ಕೆ ತಕ್ಕದಾയ ಬೆಲೆ ಕೊಡ್ತಿದ್ದು എടുത്തോണ്ട ಉಲ್ಗ ಸ್ಟಾಕ್ ರೂಮಲ್ಲಿ ಬೇಕು ಚೊನ್ನ. അപ്പൊ രാജാവ് ചൊന്ന അവനു 10 ആണ്ട് നയിച്ചിട്ട് അവನು അധികാരത്തുക അതല്ലെങ്കിൽ സ്ഥാനമാനത്തുക കൊടുക്കുക അത് ഉദ്ദേശിച്ചിട്ട് അധ്വാനിച്ചിട്ടല്ല. അവന്റെ ಬೆಲೆ അവൻ ആ കಡೆ കൃഷി അത് നല്ല കൃഷിയാവുന്ന ഉദ്ദേശത്തില് അവൻ ആക്കിട അത് വിളഞ്ഞിറ, അത് നെല്ലായിട് കുടം തന്നിറ, അതായിട്ട് വേണായത്. പക്ഷെ നിങ്ങൾ ഇന്റെ ബുട്ടിൽ നിറച്ചോണ്ട് കുടന്നിട്ട് എന്തിരിക്ക് നിങ്ങളെ ഉദ്ദേശം എന്തിര്? രാജാവ് കൊടുത്തിട്ടാകുമ്പോ ഞങ്ങൾക്കും എന്തെങ്കിലും കിട്ടുവാനുള്ള ലാഭത്തിൽ ലാഭിക്ക് വേമായിട്ട് നിങ്ങൾ വന്നേ. അതുകൊണ്ട് നിങ്ങൾക്കതിരെ ആ എന്തിനെ ഉണ്ട് പ്രൈസ് അത് മാത്രം നിങ്ങൾക്ക്, അതല്ലാതെ നിങ്ങൾക്കില്ലേ. വാസ്തവമല്ലേ? വാസ്തവത്തില് റംലാൻ തിങ്കളിൽ മാത്രം നിസ്കരിക്കുകയില്ല. റംലാൻ തിങ്കളിൽ മാത്രമാ സുന്നത്ത് നിസ്കരിക്കുകയോ ജമാഅത്ത് നിസ്കരിക്കുകയില്ല. റംലാൻ തിങ്കളിൽ മാത്രം ഒരു ഖുർആൻ ഓതുകയില്ല. റംലാൻ തിങ്കളിൽ മാത്രം ജാഗ്രത ആക്കുകയില്ല. ವರ್ಷ ಇಡೀ ಇಬಾದತ್ತು ಕೂಡ ಏನಲ್ಲ, ഹറാമിടെ തടയണല്ല. വിശേഷമായിട്ട് ഇന്ത്യയിലെ ഗല്ലികളിൽ കാണ്ട് കണിക്കട്ടെ കേക്കടെ കണിക്കട്ടെ അനിസ്ലാമികമായ പ്രവർത്തന ಬಗ್ಗೆ റംലാൻ തിങ്കളിൽ മാത്രമല്ല പ്രതി തിങ്കളിലും ഞങ്ങൾ ജാഗരൂകരാവണു, ഞങ്ങൾ ജാഗ്രത ആവണു. നിങ്ങളെ സമുദായത്തെ ജാഗ്രത ആക്കേണ്ട അനിവാര്യതയില്ലേ, ജവാബ്ദാരിയില്ലേ. പലതും കേക്കട് ചില ആൾമാര് ഔത്തൗത്തുക്ക് ലോണുക്ക് പണ്ടരുല്ല, ഇതാ ഈ ലോൺ എടുക്കണു, ഈ കട എടുക്കണു, ഈ ലാഭമുണ്ടോ, ഇത്ര പെർസെന്റേജിൽ തണ്ട ಹರಾಮುಡೆ ದಿಕ್ಕೊಬ್ಬೇನಾಯಿತು ಚಲಾವಣಾಕೋಬೇನಾಯಿತು ಆಗಾಗ ಬಂಡೆ ಗಣಿಯತೆ ಬಡ್ಡಿ ವ್ಯವಹಾರಕ್ಕೆ ಬಂಡೆ ವಿಷಯ ಇದೆಲ್ಲ ನನಗೆ ಜಾಗೃತಿ ಆಗೋಣ ಅವರು. അതേപോലെ അനിസ്ലാമികമായ ഏതൊരു വിഷയവും റംലാൻ തിങ്കളിൽ മാത്രമല്ല, ചില അങ്ങനെയുണ്ട്. റംലാൻ തിങ്കളിൽ ഞങ്ങൾ സാച്ചാവ എന്റെ റംലാൻ തിങ്കളിൽ നമുക്ക് കുറെ ലാഭം കിട്ടുന്നുണ്ട്. അതല്ല, ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയെങ്കിൽ 83 വർഷം 4 തിങ്കളെ ഇബാദത്തെ കൂലി കിട്ടും. ശരി, 10 വർഷം കിട്ടിയെങ്കിൽ 834 വർഷം ഇബാദത്തിന്റെ കൂലിയുണ്ട്. അതേപോലെ ഏകദേശം ഞങ്ങൾ കണക്കൂട്ടിയെങ്കിൽ റംലാൻ തിങ്കളിൽ 34 ഇബാദത്ത് എടുത്തെങ്കിൽ ഒരു ഫർളിന് 70 കൂലി. 34 10,500 ഇബാദത്ത് എടുത്ത് ഫർളിസ്കാർ നിസ്കരിച്ച കൂലിയുണ്ട്. 2010 204 ഇബാദത്തിന്റെ കൂലിയുണ്ട്. തറാവി നിസ്കാരം റവാത്തിബ് നിസ്കാരം കൂടിയെങ്കിൽ 600 ഫർള് നിസ്കരിച്ച കൂലി കിട്ടുന്നത്. അപ്പോ 100 ഫർള് നിസ്കരിച്ച കൂലി ഒരു തിങ്കളിൽ കിട്ടുവെച്ചു. നിങ്ങൾ അതിന് അർത്ഥ ഏകദേശം 6.5 വർഷം ഏകദേശം 6.5 വർഷം ലൈലത്തുൽ ഖദർ കൂടി കിട്ടിയെങ്കിൽ 83 വർഷം, ടോട്ടലി 90 വർഷം. ഒരു ഏകദേശം വേറെ ഇബാദത്തെല്ലാം കൂടിയെങ്കിൽ
ഒരു റമദാൻ തിങ്കളില് 90 വർഷ ഇബാദത്തെടുത്ത കൂലി. 10 വർഷം നിരന്തരമായി കിട്ടിയെങ്കിൽ എത്ര? 900 വർഷ ഇബാദത്തെടുത്ത് കഴിക്കത്തെ കൂലി അള്ളാഹു തുറകു പോണ്ട. ഇതെന്തിനേക്ക്? റമദാൻ തിങ്കളിൽ മാത്രമല്ല, റമദാൻ തിങ്കളിൽ മാത്രമല്ല, 334 ഞങ്ങൾ ഇബാദത്തെടുത്തത് ഏകദേശം എന്താ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 334 5 വക്ത് 10 കൂലി ഉണ്ടല്ലേ. അപ്പോ 16,500 ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 10 വർഷ ഇബാദത്തെടുത്ത കൂലി. എപ്പോ? റംളാനല്ലാത്ത പോണെന്ന് നിങ്ങൾ ഇബാദത്തെങ്കിലും ഉണ്ട്. അപ്പൊ 90 വർഷം 900 വർഷവും ഈ 334 എടുക്കുന്ന ഇബാദത്തും കൂടിയിട്ട് ടോട്ടൽ ഏറെക്കൊരടി 1000 വർഷം ഇബാദത്തെടുക്കുന്ന എനിക്കത്തെ ഇബാദത്ത് കിട്ടുക ചാൻസ് ഉണ്ട്. അങ്ങനെ ഇബാദത്തുക എല്ലാം കൂടിയിട്ട് റമളാനും ബാക്കി പോണുന്ന നിങ്ങളും ഇബാദത്തും കൂടിയിട്ട് വേറെ കൗമുടെ കാട്ടി നിങ്ങൾ ഉഷാറാവണം. എത്രമാ ഇബാദത്തുക 1000 വർഷം ജീവിച്ച കയ്യില്ലേ, അങ്ങനെ ഇബാദത്തെടുത്തിട്ടില്ലേ, അങ്ങനെ ഇബാദത്തിലോട്ട് നിങ്ങൾ സമാവണ്ടേ. അപ്പോ ബാക്കി തിങ്ങൾ ഇബാദത്തെടുക്കാട്ട് റമളാൻ തിങ്ങൾ ഇബാദത്തെടുത്ത് വെച്ചൊന്നൊരല്ല. ബാക്കി തിങ്ങൾ ഇബാദത്തെടുത്തിട്ട് ഭർത്തിയാവാത്തതിற்கு മേന്മായിട്ട് റമളാൻ തിങ്ങളിൽ അള്ളാഹു ജാസ്തി കൂലി തണ്ട്. ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കണു എന്നല്ലാണ്ട് നിങ്ങൾ ലാഭിക്കുള്ള അല്ല. റമളാൻ തിങ്കൾ മാത്രം നിങ്ങൾ സമ്മതിക്കുക. ബാക്കി തിങ്ങൾ എങ്ങനെയെങ്കിലും ആവശ്യമുള്ള എനിക്കൊക്കെ ധാരണ തീരാ. അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടെ ചിന്തനാക്കുനായത് നോമ്പുക എങ്ങനെ നിങ്ങൾ പവർ കാട്ടണമാ, നിസ്കാരത്തിന് എങ്ങനെ നിങ്ങൾ ഉത്സാഹ കാട്ടണമാ, അതേപോലെ ഹജ്ജ് ഉംറത്തുക്ക് എങ്ങനെ നിങ്ങൾ താക്കത്ത് കാട്ടണമാ, അതേപോലെ സക്കാത്ത് കൂടി പരസ്യമായിട്ട് ആൾമാരെ വിളിച്ചിട്ട് രണ്ട് സ്വത്തിന് സക്കാത്ത് ഇത്തരം ചെന്നിട്ട് പരസ്യമായിട്ട് കൊടുക്കണേ കളിക്കത്തെ ഒരു ടൈമും കൂടി മുന്നിൽ പറഞ്ഞു. അതേപോലെ രണ്ടാമത്തെ പോയിന്റ് എന്തിനെങ്കിൽ റംളാന്റെ വരി അള്ളാഹുടെ മുട്ട ലാഭിക്ക് ബേന്മായിട്ട് വേണ്ട ഇഖ്ലാസിനോടുകൂടി ഇബാദത്തൊക്കെ ബേന്മായിട്ട് നിങ്ങൾ ഒരുങ്ങുക. അതായിട്ട് വലിയ സന്തോഷം, അതായിട്ട് ഗുണായത്